ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ഛത്തീസ്ഗഡിൽ ജയിലിലടയ്ക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. 9 ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയത് ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചതോടെ പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. 50,000 രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവും വ്യവസ്ഥകൾ. കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന സഭാ നേതൃത്വം. ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജാമ്യം ലഭിച്ചതിൽ സന്തോഷം പങ്കുവെച്ച കന്യാസ്ത്രീകളുടെ കുടുംബങ്ങൾ. സന്തോഷം, അതീവ സന്തോഷം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. കൂടെ നിന്നവർക്ക് നന്ദിയെന്നും പ്രതികരണം. സത്യം ജയിച്ചുവെന്ന നേതാക്കൾ. ഛത്തീസ്ഗഡ് സർക്കാരിന് കേസ് റദ്ദാക്കാൻ എന്തിനു മടിയെന്ന് KC വേണുഗോപാൽ. രാജസ്ഥാനിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച മലയാളി പാസ്റ്റർക്കെതിരെ കേസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചരണം എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. കഴിയുന്നത് ഭീതിയോടെയെന്ന് തോമസ് ജോർജ്. പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജ്രംഗ് ദൾ RSS പ്രവർത്തകർ എത്തിയെന്നും പാസ്റ്റർ. കോഴിക്കോട് കോങ്ങാട് മലയിൽ 40-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വഴിത്തിരിവ്. ബോബിയുടെ മരണം ഷോക്കേറ്റെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൈകളിൽ പൊള്ളലേറ്റ പാടുകളും കണ്ടെത്തി. മലപ്പുറം മഞ്ചേരിയിൽ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസുകാരനെതിരെ നടപടി. ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. അടിയേറ്റത് ഡ്രൈവർ ജാഫറിന്. മർദ്ദനം പിഴ ഈടാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് പശുക്കടവ് സ്വദേശി ബോബിയുടെയും പശുവിന്റെയും മരണം